ഇന്നത്തെ നമ്മുടെ ഒരു സാഡ് വീഡിയോ കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കാനേ തോന്നിയില്ലായിരുന്നു, എന്നാലും എല്ലാവരോടും ഒന്ന് ചോദിക്കാമല്ലോ എന്ന് കരുതി കേട്ടോ. ഞാൻ എണീറ്റ് വന്നപ്പോൾ നമ്മുടെ ചതുരപ്പയറൊക്കെ ഞാൻ അത്രയ്ക്ക് ഇതായിട്ട് വളർത്തിയത് ചതുരപ്പയർക്കെല്ലാം വാടി കിടക്കുവായിരുന്നത് കണ്ടോ. ഈ മാതിരിയാണ് കിടക്കണം. കാണണ്ടേ, ഇതാ എൻ്റെ ചുറ്റും കാണണ്ടായിരിക്കും. ഇതാ ഇത് നമ്മുടെ ചതുരപ്പയർ ഞാൻ വീഡിയോ ചെയ്തേക്കണയൊക്കെയാണ്. ഇന്ന് കണ്ടോ, ഇന്ന് നല്ല വെയിലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 11 മണിയായിട്ടുണ്ട്. 9 മണി തൊട്ട് നല്ല വെയിലായിരുന്നു. ഇത് അന്നേരത്തേക്കും ഏതാണ്ടൊരു നമ്മളിതിൻ്റെയൊക്കെ അടിയിൽ തീ കത്തിക്കില്ലേ, തീ കത്തിക്കുമ്പോൾ അത് ഇങ്ങനെ ഒരുമാതിരി പൊള്ളി വാടി വരില്ലേ, അതെ ആ ഒരവസ്ഥയിലേക്കാണ് കേട്ടോ. കൃഷിയെ സ്നേഹിച്ച് ചെയ്യുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും വിഷമം. കൃഷി ചെയ്യുന്ന എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ. അതെല്ലാം നമ്മുടെ പച്ചക്കറിയൊക്കെ നട്ട് കുറച്ച് വിളവൊക്കെ എടുത്തതിന് ശേഷം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് അത്ര സങ്കടം വരില്ല. ഇത് വിളവെടുത്ത് തുടങ്ങണമല്ലേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും സങ്കടം. അതിപ്പോൾ എനിക്ക് മാത്രമല്ല, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയൊക്കെ കാര്യവും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ. എല്ലാം വാടിക്കഴിഞ്ഞു പോയിട്ടോ. എൻ്റെ ഒരു ഡൗട്ടെന്ന് പറഞ്ഞാൽ അമിതമായിട്ട് മഴ, ഭയങ്കര മഴയല്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണയും ഇതുപോലെ മഴ പെയ്തതാണ്. പക്ഷെ അന്നൊന്നും വിഷയമൊന്നും ഉണ്ടായില്ല. ഇനി വേരിന് വലിയ ചീച്ചൽ കയറിയതാണോ അങ്ങനെയൊന്നും അറിയത്തില്ല കേട്ടോ. അല്ലെങ്കിൽ എവിടെയെങ്കിലും തണ്ട് കട്ടായതാണെങ്കിൽ ആ തണ്ടങ്ങ് വാടിപ്പോവും, അല്ലാണ്ട് ഫുള്ള് ഒരു തണ്ട് പോലും ഇല്ലാണ്ട് ഈ മാതിരി വാടിപ്പോവില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ചോടൊക്കെ ഒന്ന് നോക്കാമെന്ന് കരുതിയാണ് ഞാൻ വന്നേക്കണേ. അതിൻ്റെ തണ്ട് ഇതാട്ടോ, അതിൻ്റെ ചുവട് ഇതാ കണ്ടോ ഇവിടെ. പക്ഷെ ഞാൻ ഇവിടെ നോക്കിയിട്ട് കണ്ടോ, ഇവിടെ വേരിന് വലിയ വാട്ടോ കാര്യങ്ങളോ അങ്ങനെയൊന്നും കാണുന്നില്ലേ. പക്ഷെ ഇവിടെ അല്പം കുഴകുഴാന്നായിട്ടുണ്ട്, മണ്ണൊക്കെ ഒരുമാതിരി അങ്ങനെ ഒരു ഭയങ്കരമായിട്ടേ വെള്ളം ഇതായിട്ട്. പക്ഷെ അതും വലിയ വേരിന് ചീച്ചൽ വന്നാലാണ് ഇങ്ങനെ ഒരു വിഷയം കാണുന്നത്. പക്ഷെ വേര് നല്ല സ്ട്രോങ് ആയിട്ട്, കാരണം വേരിന് വലിയ ചീച്ചലൊക്കെ കയറുമ്പോൾ നമ്മളിങ്ങനെ വലിക്കുമ്പോൾ അത്ര സ്ട്രോങ് ആയിട്ട് വരില്ലല്ലോ. അതാണ് എനിക്കൊരു അങ്ങനെയൊരു ഡൗട്ട് വരാൻ കാരണം. അയ്യടാ, കണ്ടുപിടിച്ചു കേട്ടോ റീസൺ. ഇത് നോക്കിക്കേ, കണ്ടോ, ഇത് തന്നെ റീസൺ. മൈ ഗോഡ്, ഞാനിവിടെ ഇതാണ്ടോ, ഇത് കയറിപ്പോവാൻ കുത്തിക്കൊടുത്ത കമ്പ് കണ്ടോ, കമ്പേന്ന് കാണാൻ പറ്റുമോ, പുഴു കയറിയിട്ട് അതിൻ്റെ പകുതി ഭാഗത്തോളം തിന്നു തീർത്തു. ഇതേ കണ്ടോ, കണ്ടോ, അതിൻ്റെ പകുതി ഭാഗം തണ്ടും കട്ടായിപ്പോയി. ദൈവമേ, കമ്പെടുത്തപ്പോഴത്തേക്കും രണ്ടായിട്ട് ഒടിഞ്ഞിരിക്കുന്നു കണ്ടോ. ഇത്രമാത്രം പോർഷൻ മാത്രമായിരുന്നു വിടാനുണ്ടായിരുന്നത്, ബാക്കി ഫുള്ള് കട്ടായേക്കണം കണ്ടോ. ഫുള്ള് പുഴു തിന്ന് കട്ടായിരിക്കുമായിരുന്നു. ഇതാ എൻ്റെ ബാലൻസ് പോർഷൻ കണ്ടോ, ഈ മാതിരി ഇരിക്കണേ എങ്ങനെ ഓക്കെ ആവില്ല. ഇതാ നാലും കഷ്ടം. ഇതുവരെ നമ്മളങ്ങനെ ചുവട്ടിലൊന്നുമേ അങ്ങനെ നോക്കില്ലല്ലോ. അതേ കണ്ടോ, തന്നെ എടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാട്ടോ. വേണ്ട, ഇത്രയും പോർഷൻ ഫുള്ള് തീർന്നു പുഴു തിന്ന്. അതാണ് ഇത് വാടിപ്പോവാനുള്ള റീസൺ. ഞാനിതിൻ്റെ അടിഭാഗം വെച്ച് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുവാട്ടെ. ഇനി ഇത് പൊടിച്ച് വരുവാണെങ്കിൽ വരട്ടെ, എന്തായാലും മഴയൊക്കെ അല്ലേ. ഇവിടെ വെച്ച് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു പുഴു ഇതുണ്ടോ, ഈ ഒരു തണ്ടയിലേക്കും ബാധിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇത്തിരി കൂടി അടിഭാഗം വെച്ച് കട്ട് ചെയ്യാവേ. ഇവിടെ കുഴപ്പമില്ല കേട്ടോ, ഇവിടെ വെച്ച് കട്ട് ചെയ്തപ്പോൾ കുഴപ്പമില്ല. ഞാൻ അവിടെ നിന്ന് പൊടിച്ച് വരുമായിരിക്കും. ഒന്നാലും എനിക്ക് ഒരു നേരത്തെ കറിക്ക്, ഒരു ദിവസത്തെ കറിക്ക് ഇതുവരെ ഇത് ഇവിടെ വരുമ്പേ നമ്മുടെ ചതുരപ്പയർ മുട്ടിക്കണേ അല്ലേ. എപ്പോൾ വന്നാലും ഒരു കറിക്കുള്ളത് കിട്ടും. ഇനി ഇത് മൊത്തം അത് കയറി മറിഞ്ഞ് കിടക്കില്ലേ, അതെല്ലാം കണ്ടിച്ച് കളയണം. നമ്മുടെ ആ സൈഡിൽ നമ്മുടെ നിത്യവഴുതനയുടെ അവിടെ കയറി മറിഞ്ഞ് കിടന്നപ്പോൾ ഞാൻ അവിടെ നിന്നൊരു 2 കടയങ്ങ് പറിച്ച് കളഞ്ഞു, പറിച്ച് വെട്ടി. അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതും കൂടെ പോയിപ്പോൾ ഇനി നമുക്ക് ഒരു സങ്കടം. നന്നായിട്ട് പൂവും കായും ഉണ്ടായി. ആ മാതിരി നല്ല കൊലച്ച് ചാടുക എന്ന് പറയില്ലേ, ആ മാതിരി ഉണ്ടായതായിരുന്നു. അതുകൊണ്ടൊരു സങ്കടം. അപ്പോൾ അതാണ്ട ഇങ്ങനത്തെ പച്ചക്കറിയൊക്കെ എന്താണെങ്കിലും നമ്മളിങ്ങനെ വേറെ കമ്പ് സപ്പോർട്ട് കൊടുക്കുമ്പോഴേ ആ കമ്പൊക്കെ പോകുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഉണ്ടോ, ഇതിൽ നിന്നൊരു ഇതായില്ലേ, ഒരു പാടായി.
ഇങ്ങനെ കണ്ടപ്പോൾ ഇതിന് എവിടെ ഇങ്ങനെ മഴയുടെ കൂടുതലും കൊണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആർക്കെങ്കിലും അതിന് പരിഹാരം അറിയോ, എന്തെങ്കിലും നമുക്ക് പ്രതിവിധി ചെയ്യാനുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. പക്ഷേ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. നമ്മുടെ യഥാർത്ഥ കാരണം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു അല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലിടണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഫേസ്ബുക്ക് പേജ് ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ ബൈ.